ഹായ് മൊബൈലിൽ ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന സെറ്റിംഗ്സുകൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം നിങ്ങളുടെ മൊബൈലിൽ പലരും നിങ്ങൾ രഹസ്യമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതോടുകൂടി മനസ്സിലാവും. ഏതെല്ലാം സെറ്റിംഗ്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. 3 സെറ്റിംഗ്സ് ഉണ്ട്. ആ 3 സെറ്റിംഗ്സ് 1 by 1 ആയിട്ട് മുഴുവനായിട്ട് കാണാം. ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്താണ് ചാനൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ചാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ പലരും കോൺടാക്ട് ചെയ്യുന്നുണ്ടോ, പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ടോ, പല ആളുകളെയും വിളിക്കുന്നുണ്ടോ. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഫോണിൽ മറ്റുള്ള ആളുകൾ ട്രാക്ക് ചെയ്യാൻ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പലരും അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നതാണ്. അതിന് നമുക്ക് ഒന്ന് സെറ്റിംഗ്സ് ആണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. 3 സെറ്റിംഗ്സിൽ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൂഗിൾ സർവീസസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പൊ നിങ്ങൾ 1-2 മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആ ഫോണിൽ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ഏതാണെന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം അതിവിടെ ഏറ്റവും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 2 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് ഓൾ സർവീസസ്, ഇവിടെ റെക്കമെൻഡഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മാറിപ്പോകരുത്, നമുക്ക് വേണ്ടത് ഓൾ സർവീസസ് ആണ്. ഈ ഓൾ സർവീസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓൾ സർവീസസിലാണ് നമുക്ക് എല്ലാവിധ സെക്യൂരിറ്റി സെറ്റിംഗ്സിലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓൾ സർവീസസിൽ കുറെ താഴേക്ക് വരണം. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഫോൺ മറ്റാരെങ്കിലും എന്തെങ്കിലും ഡിവൈസുകൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സെറ്റിംഗ്സ് വരുന്നത്. അത് 1ാമത്തെ സെറ്റിംഗ്സ് ആണ്. അങ്ങനത്തെ 3 സെറ്റിംഗ്സ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണിത്, അൺനോൺ ട്രാക്കർ അലേർട്സ് പറയുന്ന ഓപ്ഷൻ. അൺനോൺ ട്രാക്കർ അലേർട്സ് പറഞ്ഞ ഓപ്ഷൻ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും അൺനോൺ ട്രാക്കർ അലേർട്സ് പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജ് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡിവൈസുകൾ വെച്ചിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടോ നമ്മൾ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരിക്കലും നമുക്കത് ഓഫ് ചെയ്യരുത്. ഒരിക്കലും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇത് ഓൺ ചെയ്ത് വെക്കണം. ഈ അലേർട്സ് ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെ അലേർട്സ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഡിവൈസുകളോ കാര്യങ്ങളോ വെച്ച് നമ്മളെ ട്രാക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അലേർട്ട് വരുന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഈ അലേർട്സ് ഓൺ ചെയ്ത് വെക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് താഴേക്ക് വരിക. ഇവിടെ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ട്രാക്കർ അലേർട്സ് ഒന്നും കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കൊന്ന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാനുവൽ സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ആ സ്കാനിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, സ്കാൻ നൗ. ആ സ്കാൻ നൗലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഇവിടെ ബ്ലൂടൂത്ത് പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ല മാനുവൽ സ്കാൻ കൊടുത്ത സമയത്ത് ഇവിടെ സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തൽക്കാലത്തേക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കാണിക്കുന്നുണ്ട് നോ ട്രാക്കേഴ്സ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ 1ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനത്തെ എന്തെങ്കിലും ഡിവൈസുകൾ വെച്ച് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ, ആളുകൾ നോക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. 2ാമത്തെ ഓപ്ഷൻ അതിലും ഇമ്പോർട്ടന്റ് ആണ്. അതിനായി നമ്മൾ അഗൈൻ നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് ഇപ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ടില്ലേ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പുകൾ നോക്കണം, ഒന്നൊന്നില്ലാതെ എല്ലാം നോക്കണം. ഇവിടെ നമുക്ക് റിവ്യൂ സെറ്റിംഗ്സിൽ ഇവിടെ കാണിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ഫോണിൽ ഏതെല്ലാം കാര്യങ്ങൾ ടിക്കായിട്ട് വന്ന് കിടക്കുന്നുണ്ട് നോക്കാം. ഇവിടെ ടിക്ക് വന്നിട്ടുണ്ട്. ഈ ടിക്കുകൾ ഇല്ലാത്ത ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. അതായത് ആപ്പിന്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ സെക്യൂരിറ്റി പരമായിട്ടുള്ള എല്ലാം ടിക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. ആ ടിക്ക് വന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ ടിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യത്തിൽ മാത്രം ഇവിടെ എന്തില്ല, ടിക്ക് വന്നിട്ടില്ല. അപ്പൊ അത് നമ്മളൊന്ന് നോക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ടിക്ക് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ ടിക്കിലൊന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ടിക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ വരുന്ന ഒരു കാര്യമാണ്. ആ ടിക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് ഗൂഗിളിന്റെ കാര്യത്തിലും പറയുന്നുണ്ട്. അത് ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയിലുള്ള പാസ്വേഡിന്റെ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ പാസ്വേഡിന്റെ കാര്യത്തിൽ ഇവിടെ ഗ്രീൻ ടിക്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടോ നമ്മൾ നോക്കി നോക്കുക. ഇവിടെ നമുക്ക് പാസ്വേഡിന്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീയൂസ്ഡ് പാസ്വേഡും കാണിക്കുന്നുണ്ട്. 23 വളരെ വീക്ക് ആയിട്ടുള്ള പാസ്വേഡുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. 23 വീക്ക് പാസ്വേഡ്സ്, വളരെ മോശമായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് നമ്മളെ അറിയാൻ പറ്റുന്ന പാസ്വേഡുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ അവിടെ
ചേഞ്ച് പാസ്വേഡ് കൊടുത്തിട്ട് നല്ല അടിപൊളി നല്ല സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡുകൾ നമ്മൾ അവിടെ കൊടുക്കണം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ആ ടിക്കുകളെല്ലാം കറക്റ്റ് ആക്കി വെക്കുക. അടുത്ത സെറ്റിംഗ്സ് അതിനേക്കാളും വളരെ വളരെ യൂസ്ഫുൾ ആണ്. അതെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അടുത്ത സെറ്റിംഗ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് വഴിയാണ് പലരെയും ട്രാക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അതിന് വാട്സപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡ്സുകൾ കാര്യങ്ങളെല്ലാം എന്തെല്ലാം മെസ്സേജുകൾ വരുന്നതൊക്കെ പലരും അറിയുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും മുകളിലെ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിന്റെ ഏറ്റവും മുകളിൽ, സെറ്റിംഗ്സ് ലാസ്റ്റിലാണ് ഏറ്റവും മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നടുവിലായിട്ട് ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ? ആ ലിങ്ക്ഡ് ഡിവൈസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക്ഡ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലത്തെ ഒരു ഓപ്ഷൻ. ഇവിടെ കണ്ടില്ലേ, നിങ്ങളുടെ മൊബൈലിൽ നിന്ന് മറ്റുള്ള ആളുകൾ അവരുടെ ലാപ്പിൽ ഇരുന്നിട്ട് പല കാര്യങ്ങളും കാണുന്നുണ്ട് എന്നുള്ളത് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. അവരെങ്ങനെയാണ് അത് അവരെ ഫോൺ ലാപ്പിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് അറിയോ? താഴെയുള്ള ലിങ്ക് ഡിവൈസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ മൊബൈലിൽ അത് എവിടെ നോക്കിയാൽ അറിയുന്നറിയോ? നിങ്ങളുടെ മൊബൈലിൽ ആ ലിങ്ക്ഡ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന രീതിയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇവിടെ കണ്ടില്ലേ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ കണ്ടില്ലേ വിൻഡോസ് ആയിട്ട് കണക്ട് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്യുന്നുണ്ട്, അവർ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്? അതിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് കാണുന്ന ലോഗ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ മറക്കരുത്.